ഈ നിമിഷം വരെ 5 പൈസയുടെ വരുമാനം സ്വന്തമായിട്ടില്ലാത്തവനാ ഈ മഹി. ജോലിയും വരുമാനവും ഇല്ലാത്ത മഹി ഇനി ഒരു പെണ്ണിനെയും കൂടെ കെട്ടിയാല് അതിന്റെ ബാധ്യത കൂടെ നമ്മൾ തലയിലെടുത്ത് വെക്കേണ്ടി വരും. ഐശ്വര്യ, നീ ഇപ്പൊ ഈ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. വാ വാ മോനെ. സാധാരണ എപ്പോഴും ഇവിടെ വന്ന് വായി നോക്കിയിരിക്കുന്ന ആളാ. ഒന്ന് കാണണമെന്ന് വെച്ച് അന്വേഷിച്ചപ്പോ കാണാനുമില്ല. എന്താ എന്റെ മനസ്സിൽ ആ ഡ്രൈവർ പയ്യനെ കാണണമെന്ന് തോന്നല്? എനിക്കറിയില്ല. കാണാതെ പോവാനും പറ്റുന്നില്ല. ചിന്നു, മോളെ നീ ഇതുവരെ പോയില്ലേ? അത് ഞാൻ അയാളൊന്ന് കണ്ടിട്ട്. ആരെ? മഹിയോ? ദേ, ഇന്ന് അഡ്മിഷൻ ഡേയാ. സമയത്തിന് അവിടെ ആള് വേണം. മഹിയൊക്കെ പിന്നെ കാണാം. ചിന്നു വേഗം പോകാൻ നോക്ക്. ചെല്ല്. ഹലോ, കിനാവ് കാണാണോ? സത്യം പറയാലോ മഹി, ഇതിനെയാണ് രാജയോഗം എന്ന് പറയുന്നത്. ഒറ്റ നിമിഷം കൊണ്ട് മഹി കേരളം ഭരിക്കാൻ പോകുന്ന മന്ത്രിയുടെ മരുമകനാകാൻ പോവല്ലേ. നാളെ ഇനി മന്ത്രിയാവില്ലെന്ന് ആര് കണ്ടു? പല മന്ത്രിമാരുടെ മക്കളും മരുമക്കളും ഒക്കെ പിന്നീട് മന്ത്രിമാരാകുന്നത് നമ്മൾ ദിവസവും കാണുന്നതല്ലേ. എന്താടി, മഹിക്ക് ഭാവിയിൽ മന്ത്രിയായാല് അവനെന്താ വിദ്യാഭ്യാസം ഇല്ലേ, സമ്പത്തില്ലേ, സൗന്ദര്യമില്ലേ? നാളെ മന്ത്രി എന്നല്ല, ചിലപ്പോ മുഖ്യമന്ത്രി വരെ ആവും. അല്ല അമ്മേ, സാധാരണ കല്യാണ ചെക്കൻ വന്ന് പെണ്ണിനെ കാണുന്നതാണല്ലോ പതിവ്. ഇവിടെ പെൺവീട്ടുകാർ ഇങ്ങോട്ട് വന്ന് പയ്യനെ കാണുന്ന രീതിയാ ആണ് കാണൽ ചടങ്ങ്. ഞാൻ ഇത്രയൊക്കെ കളിയാക്കിയിട്ടും മഹി എന്താ ഒന്നും പറയാത്തത്? അതെ, അവന് നാണം വന്നു കാണും, അതുകൊണ്ടാ. ഇത് വാങ്ങിക്കേ. വാങ്ങു മഹി. ഈ ഡ്രസ് ഇട്ടിട്ട് വേണം നീ അവന്റെ മുന്നിലേക്ക് പോവാൻ. പെണ്ണ് നല്ല സുന്ദരിയാണെന്നാ കേട്ടത്. രമേച്ചി സെലക്ട് ചെയ്തെന്ന ഡ്രസ്സാ ഇത്. ഇത് നിന്നെ കൊണ്ടിടിക്കാൻ രമേച്ചി എന്നെയാ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ദാ പോയി ഈ ഡ്രസ് ഇട്ടോണ്ട് വാ. വാങ്ങിക്കും മഹി, ദേ അവരിപ്പ എത്തും. ആന്റി, എനിക്കിപ്പോ കല്യാണം കഴിക്കണ്ട. ഇപ്പോന്ന് പറഞ്ഞാ നാളെ മറ്റന്നാളെയൊന്നും കല്യാണം നടക്കില്ല. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. പിടി, പോയി ഡ്രസ് മാറിയിട്ട് വാ. സ്വപ്നം കണ്ടു നിൽക്കാതെ പോയി ഡ്രസ് ഇട്ടിട്ട് വാ.
യെസ് യെസ് മോർണിംഗ് 7:30 വീഡിയോ കോൺഫറൻസ്. ആ ഹേയ് വേണ്ട, ഇപ്പോ ഒരു ഉറപ്പും കൊടുക്കുന്നില്ല. ആദ്യം മീറ്റിംഗ് കഴിയട്ടെ. അവരുടെ കമ്പനിയുടെ സ്റ്റാറ്റസും ഗുഡ്വില്ലും ഒന്നും അത്ര ഫേവർ അല്ല. ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക്. ഓക്കെ. അർജുൻ സർ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? എന്ത് പറ്റി ഐശ്വര്യ? ഞാൻ പ്രതീക്ഷിച്ച അതേ മറുപടി. അർജുൻ സർ, മഹിക്ക് എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു കല്യാണം? അത് കൊള്ളാം. ഇത്രയും നാളും മഹി ആ വേലക്കാരി ചിന്നുവിനെ കിട്ടുമെന്നുള്ള ആദ്യമായിരുന്നല്ലോ തനിക്ക്. ഇപ്പോ ആ പേടി മാറിയില്ലേ? അർജുൻ സർ, കല്യാണം എന്ന് പറയുന്നത് കുട്ടിക്കളിയല്ല. ഈ നിമിഷം വരെ 5 പൈസയുടെ വരുമാനം സ്വന്തമായിട്ടില്ലാത്തവനാ ഈ മഹി. ജോലിയും വരുമാനവും ഇല്ലാത്ത മഹി ഇനി ഒരു പെണ്ണിനെയും കൂടെ കെട്ടിയാല് അതിന്റെ ബാധ്യത കൂടെ നമ്മൾ തലയിലെടുത്ത് വെക്കേണ്ടി വരും. ഐശ്വര്യ, നീ ഇപ്പൊ ഈ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. ഈ വീട്ടിലെ കോടിക്കണക്കിന് ആസ്തി ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയതല്ല. എല്ലാം അച്ഛന്റെ സമ്പാദ്യ. അതിന്റെ പകുതി അവകാശി മഹിയ. അത് തന്നെ ഒരു 10 തലമുറയ്ക്ക് ജോലിക്കൊന്നും പോവാതെ ജീവിച്ചു തീർക്കാനുള്ളത് വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പാദ്യത്തിന്റെ വീതം പറ്റേണ്ട അവസ്ഥ അവന് വരില്ല. സർ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇത്രയും അധികം ബിസിനസ്സുകൾ ഒരു തടസ്സവും വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയുമെങ്കിലേ ഒരു പെണ്ണിന്റെ മനസ്സ് മനസ്സിലാക്കാനും എനിക്ക് കഴിയും. എന്റെ ഭാര്യ ഐശ്വര്യലക്ഷ്മിക്ക് ഇപ്പൊ പ്രശ്നം സാമ്പത്തികമോ മഹിക്ക് ജോലിയില്ലാത്തതോ ഒന്നുമല്ല. ഐശ്വര്യലക്ഷ്മിയുടെ ഇപ്പോഴത്തെ പ്രശ്നമേ സമ്പന്നനും നാളെ മന്ത്രിയാകാൻ പോകുന്ന ഒരാളിന്റെ മോളും ഇവിടെ ഇളയ മരുമകളായി വന്ന തന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്നല്ലേ? ഇതേ ഏതൊരു സാധാരണ പെണ്ണിനും ഉണ്ടാവുന്ന ആശങ്കയാടും.